ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ മന്ന റോൾഡ് ഓട്സിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓട്സ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ പറയുന്നതായിട്ടില്ലേ റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ട്. റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് നോക്കുന്നവർക്കും ഈ ഡയബറ്റിക് അങ്ങനെയുള്ളവർക്കൊക്കെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്സ് ആണ് ഈ റോൾഡ് ഓട്സ്. അപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഇതിന്റെ 3 പാക്കറ്റ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 1 kg 3 ബോട്ടിൽസ്. അതിന് വന്നിരിക്കുന്നത് 664 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബോട്ടിലായിട്ട് മേടിക്കുന്നെങ്കിൽ 251 റുപ്പീസ് ആണ് വരുന്നത്. ആമസോണിൽ ഞാൻ മേടിച്ചിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഓട്സ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, നമുക്ക് ലഞ്ചായിട്ട് കഴിക്കാം, മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കാം, സ്മൂത്തിയിൽ ആഡ് ചെയ്യാം. അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ട് നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുടലിന് ഉണ്ടാവുന്ന അസ്വസ്ഥതകളൊക്കെ ഒഴിവായി കിട്ടും. ഇതിൽ ഹൈ ഇൻ ഫൈബർ ആണ്. ഇപ്പൊ ഇതിൽ ഡയറ്ററി സോലുബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയാൻ സഹായിക്കും. പിന്നെ ഇതിൽ സോഡിയം ലോ ആണ്. അപ്പൊ അതുകൊണ്ട് BP ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ നമ്മളെ ഈ ഓട്സ് സഹായിക്കും. മെയിൻ ആയിട്ട് ഇപ്പൊ കേരളയിലൊക്കെ എങ്ങനെ ഓട്സ് യൂസ് ചെയ്യുന്ന വെച്ചാല് ഒന്നില്ലെങ്കിൽ ഉപ്പുമാവാക്കും, ഒന്നില്ലെങ്കിൽ സ്മൂത്തി ആക്കും, അല്ലെങ്കിൽ മിൽക്കിന്റെ കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് കഴിക്കും. പിന്നെ ഒന്നില്ലെങ്കിൽ പാൻ കേക്ക്. ഇങ്ങനെ ഈ ഒരു വെറൈറ്റീസിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യാറ്. ഞാനൊക്കെ ഇൻടേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പുമാവ്, പുട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് മടുക്കൂല. നമുക്കിത് 100 ഗ്രാം സെർവിങ് സൈസ്, ഒരു 100 ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ 420 കാലോറീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെർവിങ് സൈസ് ഒക്കെ ഒരു 40 ഗ്രാം ഒക്കെ മതിയായിരിക്കും. നമുക്ക് ഒരാൾക്ക് ഒരു 40 ഗ്രാം ഒക്കെ ഒരു ദിവസം കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ 100 ഗ്രാമിൽ നമുക്ക് 10 ഗ്രാം ഫാറ്റ് ഉണ്ട്, 13 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രോട്ടീനും ഫൈബറും ഫാറ്റും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സ് ചൂസ് ചെയ്യാം. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട്, അരിപ്പുട്ട് ഉണ്ടാക്കും, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കും, ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതിനെക്കാട്ടൊക്കെ ഒരു പടി മുന്നേ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ റോൾഡ് ഓട്സ്. അപ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളവർ റോൾഡ് ഓട്സ് ഒന്ന് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് അടുത്ത റിവ്യൂയിൽ ഞാൻ പറയാം. സ്റ്റീൽ കട്ട് ഓട്സ് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിന്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.